നമസ്കാരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസമായി കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്ര വീണ്ടും അനിശ്ചിതത്വത്തിൽ. സാങ്കേതിക തകരാറിനെ തുടർന്ന് ക്രൂ 10 ദൗത്യം നാസയും സ്പേസ് എക്സും നീട്ടിവെച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ ആനി മെക്ലെയിൻ, നിക്കോൾ അയേഴ്സ്, ജപ്പാനിൽ നിന്നുള്ള ടഗുയ ഒനിഷി, റഷ്യയുടെ കിരിൽ പെസ്കോവ് എന്നിവരാണ് ഫാൽക്കൺ 10 റോക്കറ്റിൽ ക്രൂ 10 ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകേണ്ടിയിരുന്നത്. ദൗത്യം നീട്ടിവെച്ചതോടെ ഇവർ പേടകത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തിറങ്ങി. ക്രൂ 10 വിക്ഷേപണം നാളെ രാവിലെ ഇന്ത്യൻ സമയം 4:56 നടക്കും. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം 6:35 സുനിതയും ബുച്ചും ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങുമെന്നാണ് പുതിയ അറിയിപ്പ്. തകരാറുകൾ പരിഹരിച്ചില്ലെങ്കിൽ യാത്ര വീണ്ടും നീളാനാണ് സാധ്യത. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ റോക്കറ്റ് ലോഞ്ച് പാഡിലെ ഹൈഡ്രോളിക് സംവിധാനത്തിനാണ് സാങ്കേതിക തകരാർ സംഭവിച്ചത്. കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ബുധനാഴ്ചയായിരുന്നു ക്രൂ 10 വിക്ഷേപിക്കാൻ തീരുമാനിച്ചത്. റോക്കറ്റിന്റെ വിക്ഷേപണത്തിന് തൊട്ടു മുമ്പാണ് ദൗത്യം നീട്ടിവെച്ചതായി നാസ അറിയിച്ചത്. മാർച്ച് 12 വാഹനം ഭൂമിയിൽ നിന്നും പുറപ്പെട്ട് മാർച്ച് 20 സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിൽ എത്തിക്കാനായിരുന്നു നാസയുടെ പദ്ധതി. ഇതാണ് വീണ്ടും അനിശ്ചിതത്വത്തിലായത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള സുനിതയും ബുച്ചിനെയും സ്പേസ് എക്സിന്റെ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുവരാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക തകരാർ മൂലം യാത്ര അനിശ്ചിതമായി നീട്ടിവെക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഴയ ഡ്രാഗൺ വാഹനം വീണ്ടും ഉപയോഗിക്കാൻ നാസ തീരുമാനിച്ചത്. കഴിഞ്ഞ ജൂണിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമറും ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇരുവരുമില്ലാതെ സ്റ്റാർലൈനർ തിരിച്ചെത്തി. തുടർന്ന് സ്പേസ് എക്സിന്റെ ക്രൂ 10 ഇരുവരെയും തിരിച്ചെത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മാർച്ച് 26 ക്രൂ 10 വിക്ഷേപിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും സ്പേസ് എക്സ് CEO ഇലോൺ മസ്കിന്റെയും നിർദ്ദേശത്തെ തുടർന്ന് ദൗത്യം നേരത്തെയാക്കുകയായിരുന്നു.